നാരായണായ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീമദ് വാൽമീകി രാമായണം കഥ മാത്രം പറഞ്ഞു വരണു. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീത ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഈശനാത്മാ വിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും. എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ നാശമില്ലാത്തതായി സദാ. ഭഗവാന്റെ വാക്കാണ്. ശ്രീരാമനും മറ്റ് സഹോദരന്മാരും വധുക്കളും അച്ഛനമ്മമാരും മറ്റ് പരിവാരങ്ങളെല്ലാവരും കൂടിയിട്ട് മിഥിലാ രാജ്യത്തു നിന്നും ഈ വധൂവരന്മാരുടെ വരൻ്റെ ഗൃഹത്തിലേക്കുള്ള യാത്ര, കുടിവെപ്പിന് പോണേ ഉള്ളൂ. ആ സമയത്താണ് പരശുരാമൻ ഇടയ്ക്ക് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. ശ്രീരാമൻ്റെ തേജസ് വർദ്ധിപ്പിക്കാനും പരശുരാമൻ്റെ ഈ അവതാര ഉദ്ദേശം നടന്നിരിക്കണു. അപ്പോൾ ഇനി വിഷ്ണു തേജസ് ശ്രീരാമനെ ഏൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് സീതാരാമേന്ദ്രന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷമായി രാമൻ തന്നെയല്ലേ എന്ന് ലോകരെ അറിയിപ്പിച്ച് തൻ്റെ തേജസ്സിനെ, വിഷ്ണു തേജസ്സിനെ മുഴുവൻ ശ്രീരാമന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. കുറച്ചൊരു സംശയബുദ്ധി ഉള്ളവർ എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ എന്തിന് ഒരു നാടകം അവിടെ കാട്ടി? അത് നേരിട്ട് വന്ന് രാജധാനിയിലോ അതല്ലെങ്കിൽ ഒരു വലിയ സദസ്സിലോ ചെയ്താൽ പോരെ എന്നതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ തടസ്സം എന്താണെങ്കിൽ, ഭൂമി മുഴുവൻ സ്വന്തമാക്കിയതായിട്ടുള്ള വിഷ്ണു തേജസ്സായിട്ടുള്ള പരശുരാമൻ ബ്രാഹ്മണനായിരുന്നിട്ട് കൂടി തനിക്ക് ഈ ഭൂമിയെ ഭരിക്കൽ ജീവിത ഉദ്ദേശ്യമല്ല, അവതാര ലക്ഷ്യമല്ല. അപ്പം അതുകൊണ്ട് ഭൂമി ആർക്കാണോ വസിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടത് അത് ജീവജാലങ്ങൾക്കാണ്. അപ്പോൾ ആ ജീവജാലങ്ങൾക്ക് മൊത്തമായിട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ അധികാരിക്ക് കൊടുക്കണം. ആ അധികാരിയാണ് കശ്യപൻ. കശ്യപൻ്റെ പത്നിമാരിലൂടെയാണ് ഈ 84 ലക്ഷം ജീവജാലങ്ങളും ഉണ്ടായത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ആ പ്രാധാന്യത്തെ കാണിക്കാനും അതേപോലെ തന്നെ ഈ പരശുരാമൻ്റെ അവതാര ഉദ്ദേശ്യം ഇനിയുള്ളത് അടുത്ത ഇന്ദ്രൻ ഭരിക്കുന്ന സമയത്ത്, അടുത്ത മന്വന്തരത്തിൽ സപ്തർഷികളിൽ ഒരാളാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്ഷാത്ര തേജസ് വളരെയധികം ദുഷിച്ചു കഴിഞ്ഞപ്പോൾ അവരെ മുഴുവൻ ഈ ഭൂമിയുടെ കഷ്ടത തീർക്കാൻ വേണ്ടിയിട്ട് ഹനിച്ചു. അപ്പോൾ അതൊരു പാപമായിട്ട് മാറി. മർത്യഭാവത്തിലാണ് എന്നുള്ളത് കൊണ്ട് ആ പാപത്തെ പരിഹരിക്കാനും ഈ പരശുരാമ അവതാര കാലത്തിലുള്ളത് മുഴുവൻ വിജ്ഞാനമായിട്ട് സ്വീകരിക്കാനും സപ്തർഷിപദത്തിലെത്താൻ വേണ്ടതായിട്ടുള്ള തപസ്സിനെ ആർജിക്കാനും അവതരിക്കുന്ന സമയത്തെ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്ടസമയം ഫ്രീ ആക്കുക. അത് വളരെ പ്രധാനമാണ്. 2 കാര്യങ്ങളാണ് ചോദിച്ച് ശ്രീരാമൻ കൊടുക്കുന്നത്. ലോകഗുരുവായിട്ട് പരശുരാമൻ എത്ര കാലമാണോ ഈ മന്വന്തരം ഉള്ളത് അത്രയും കാലം അറിയപ്പെടും. അപ്പോൾ ഗുരുസ്ഥാനത്തിന് വീഴ്ച വരാൻ പാടില്ല. അതേപോലെ ഭൂമി കശ്യപന് ദാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ കശ്യപൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി അങ്ങ് ഈ ഭൂമിയിൽ വസിക്കരുത് എന്ന്.
അപ്പോൾ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ധാരണയിലാവാം ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ വൈകുണ്ഠത്തിലേക്ക് പോകാറായിട്ടില്ല. അപ്പോൾ എന്ത് വേണം എന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഈ ലോകഗുരുസ്ഥാനത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഈ മന്വന്തരം കാലം മുഴുവൻ. അടുത്ത മന്വന്തരത്തിൽ സപ്തർഷിയാവാൻ ഈ വിജ്ഞാനത്തെ ആർജിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന തപഫലത്തെ മുഴുവൻ, ആ തപസ്സിൻ്റേതായിട്ടുള്ള ഫലം അനുഭവിക്കുന്ന ലോകം, തപോലോകം, ആ ഫലം മുഴുവൻ ശ്രീരാമൻ എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ശ്രീരാമൻ തപസ് ചെയ്യാതെ കണ്ടാണ് രാവണവധാർത്ഥം ഈ ശക്തിയെ മുഴുവൻ സ്വീകരിച്ചത്. അത് പരശുരാമൻ കൊടുത്താലാണ് രാമനും പൂർണ്ണനാകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് സീത ഉള്ള സമയത്ത് കൊടുത്താലേ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്താണ് കൊടുക്കുന്നത്. രാജധാനിയിലേക്ക് പ്രവേശിക്കാൻ നിവൃത്തിയില്ല. അത് ഈ കശ്യപൻ്റെ ഭൂമി വിട്ടു പോകൂ എന്ന ഒരു രാത്രി കഴിച്ചു കൂട്ടാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം. മാത്രമല്ല രാത്രി കഴിച്ചു കൂട്ടാൻ പാടില്ല, അത് വലിയ നിയമം. അതിനേക്കാൾ കൂടുതൽ കാട്ടിലല്ലാതെ കണ്ട് നാട്ടിൽ അങ്ങനെ വരാനേ പാടില്ല എന്നാണ്. തപസ് ചെയ്യുമ്പോൾ പർവ്വതത്തിലോ അല്ലെങ്കിൽ ഗുഹകളിലോ, പർവ്വത ഗുഹകളിൽ അല്ലെങ്കിൽ മറ്റേ കൊടുംവനത്തിൽ ഇവിടേക്കാവാം, അതിന് വിരോധമില്ല. അത് ഭൂമിയിൽ തന്നെയാണെങ്കിലും മറ്റുള്ളവരെ മർത്യലോകത്തെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശ്യം കൂടിയും ഈ വഴിക്ക് വെച്ച് തടയുന്നതിൻ്റെ ലക്ഷ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ പരശുരാമനെ സംബന്ധിച്ച് ഈ ക്ഷാത്രവീര്യം മുഴുവൻ ഇല്ലാണ്ടാക്കിയത് മുഴുവൻ അതാത് രാജ്യത്ത് ചെന്നിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ അത് കരുതി കൂട്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇത് സൗമ്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ലോകരെ മുഴുവൻ അറിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിശിഷ്ട വേദിയിൽ വെച്ച് ത്രയംബകം വില്ല് മുറിച്ചുവല്ലോ, ആ സമയത്ത് വരാതെ കണ്ട് അപ്പോൾ അവിടെ ഒരു കളങ്കം സംഭവിക്കും അവിടെ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല അയോധ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അയോധ്യ രാജാക്കന്മാർ മുഴുവൻ സാത്വികരായതുകൊണ്ട് അവിടെ വെച്ചിട്ട് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല, പാടുമില്ല. പിന്നെ അവതാര പുരുഷനാണ് ശ്രീരാമൻ. അപ്പോൾ അതുകൊണ്ടും അവിടെ ചെന്നിട്ടൊരു സ്പർദ്ധ പറ്റില്ല. അപ്പോൾ ആ കൊട്ടാരവും അല്ലെങ്കിൽ ആ തലസ്ഥാനവും ഒക്കെ അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി വരും. അപ്പോൾ അത് വേണ്ട. അതുകൊണ്ടാണ് വഴിക്ക് വെച്ചിട്ട്. എന്നാൽ വഴിക്ക് വെച്ച് ഇതൊക്കെ വളരെ വളരെ സ്വല്പം നേരം കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു. അതാണ്, വളരെ സ്വല്പം നേരം കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞു. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തതായിട്ടുള്ള ഈ ആയുധം അത് വരുണനെ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് കണക്ക്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അത് കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ, ഇപ്പോൾ ഭഗവാനല്ലാതെ കണ്ട് ഈ ബ്രഹ്മാണ്ടത്തിൽ ഒന്നുമില്ല. സർവം ഖല്ലിതം ബ്രഹ്മ എന്നുള്ളതിന് ഞാൻ രണ്ടുപേര് എഴുതിയതാണ്. ഈശനാത്മാ വിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ നാശമില്ലാത്തതായി സദാ. അഹമേവാസമേവാഗ്രേ നാണ്യജ്യൽ സരസർപ്പരം പശ്ചാത്തഹം വിവേദച്ച യോവശിഷ്യേത സ്വസ്മ്യഹം സർവം ഖല്യുതം ഏവാഹം നാന്യതസ്തി സനാതനം. ഇതൊക്കെ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള സൂത്രവാക്യങ്ങളാണ്. അപ്പോൾ ഞാനതിനെ എഴുതിയത് ഇങ്ങനെയാണെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഏതാ ശരി ഏതാ തെറ്റ്? ഈ മലയാളത്തിൽ അനവധി ആൾക്കാർ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂന സനാതനം. തിരുമുമ്പിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വരിയാണ്, ഈരടിയിലെ ഒരു വരി. അല്ലെങ്കിൽ അത് സ്വതേ 4 ഇതായതായിട്ടാണ്, 4 വരിയാണല്ലോ. അപ്പോൾ 2 വരി എന്നുള്ള നിലയ്ക്ക് ഈരടി എന്ന് അതിന് പറയാം. എന്ന കൂട്ടത്തിൽ സർവം ഭഗവാൻ തന്നെയാണ്. ഈശനാത്മാ വിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും, എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും ആത്മാവായിട്ട് ഈശൻ എന്ന അർത്ഥത്തിലാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കുക എന്നൊരു ഭാവം കൂടിയും ഈ പരമാത്മാവ് അത് സ്വയം പ്രകാശിതം ആയതുകൊണ്ട് വിളങ്ങുകയാണ് ചെയ്യുന്നത്, പ്രകാശിപ്പിക്കുകയാണ്. സ്വതവേ ബ്രഹ്മാണ്ടത്തിനെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏത് ബ്രഹ്മാണ്ടമായാലും എന്നും എന്ന് സാരം.
അപ്പോൾ ഈശൻ ആത്മാ വിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടം ഏതിലും, ഏത് കാലത്തായാലും ഏത് ബ്രഹ്മാണ്ടത്തിലായാലും. അധികാരം, ഒരു നിയന്ത്രണം എന്ന രീതിയിൽ പരമാത്മാവ് അതിൽ സ്വയം പ്രകാശിപ്പിക്കുക എന്ന ഭാവത്തിലാണ് ഈശനാത്മാ വിളങ്ങുന്നു. അത് എന്നും എന്നുള്ള അർത്ഥത്തിൽ നിത്യം, ബ്രഹ്മാണ്ടം ഏതിലും. ഇനി ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ കാര്യം, എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ നാശമില്ലാത്തതായി സദാ. ഇങ്ങനെ ഈ സൂത്രവാക്യങ്ങൾ പലപ്പോഴും 16, 18, 20 ഒക്കെ ഉണ്ട്, കുറേ ഉണ്ട് സൂത്രവാക്യങ്ങൾ. അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ. ഇതാണ് 4 വേദങ്ങൾക്കുള്ള സൂത്രവാക്യം. അപ്പോൾ അതേപോലെ ഇവിടെ ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം എന്ന ആ ഒരു മലയാള വരി, അതിൻ്റെ അർത്ഥത്തെ പിടിച്ചുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ നാശമില്ലാത്തതായി സദാ എന്ന് അതിന് എഴുതി. പിന്നെ ഭഗവാൻ തന്നെയാണ് അഹമേവ അസമേവാഗ്രേ നാന്യതിൽ സരസത് പരം പശ്ചാത്തഹം യഥേതച്ച യോഗശിഷ്യേര സോസ്മ്യഹം. അവിടെ സൃഷ്ടിസ്ഥിതി സംഹാരം കൂടി അവിടെ ഉദ്ദേശിച്ചു. അപ്പോൾ അതിന് വേണമെച്ചാൽ ആദ്യം അതും കൂടി ചേർക്കണം. അപ്പോൾ അത് ചേർത്തില്ല. അപ്പോൾ 4 വരിയായി. ഇപ്പോൾ 2 വരിയിൽ നിർത്തി. അങ്ങനെയാണ്. ഈശനാത്മാ വിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും എല്ലാം ഞാൻ തന്നെ ഈ പാരിൽ നാശമില്ലാത്തതായി സദാ. അപ്പോൾ ഇവിടെ അവതാരങ്ങൾ തമ്മിൽ ഇങ്ങനെ വേണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ ആമുഖം ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബാലകാണ്ഡത്തിൽ 73 സർഗമാണ് പറഞ്ഞു വെച്ചത്. 77 സർഗമാണ് ഈ ബാലകാണ്ഡത്തിലുള്ളത്. അപ്പോൾ ഇവിടെ ശാസ്ത്രവിധി അനുസരിച്ച് വിവാഹകർമ്മം നടത്തി. പിന്നെ അവിടെ ശരിക്ക് ഈ ഹോമാചാരപ്രകാരം ഹോമിക്കൽ മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിസ്തരിക്കുന്നുണ്ട്. ഇവിടെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. മറ്റേ രാമായണത്തെ കുറിച്ചുകൂടി പറഞ്ഞിട്ടുണ്ട്. രാമായണം അനവധി ഉണ്ട്. ഈ ഭാഷ്യമായിട്ട് അതേപോലെ കൂടുതലായിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ആലങ്കാരികമായിട്ടും ഒക്കെ വ്യാഖ്യാനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വാൽമീകി രാമായണത്തിൽ അത് അത്രയേ കൊടുത്തിട്ടുള്ളൂ. അതാണ്. ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് അവർ വിവാഹം കഴിഞ്ഞാലും ചെറിയ ചടങ്ങുകളെ കൊണ്ട് അതിനനുസരിച്ച് അവർ പോയി എന്നതാണ് പറഞ്ഞു വെച്ചത് നമ്മൾ. ഇങ്ങനെ രാത്രി കുറേ കഴിഞ്ഞു. വിശ്വാമിത്രൻ ഈ മഹാരാജാക്കന്മാരോട് വിട ചോദിച്ചുകൊണ്ട്, അനുവാദം ചോദിച്ചുകൊണ്ട് ഈ വടക്കേ പർവ്വതത്തിലേക്ക് പോയി. അവിടെ തപസ് ചെയ്യാനായിട്ടാണ്. വിശ്വാമിത്രൻ്റെ ഉദ്യോഗം കഴിഞ്ഞു. വിശ്വാമിത്രൻ്റെ ഇവിടെ 2 പേരെയും കൂടി കൂട്ടി യോജിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ പോയി. അതിനുശേഷം ഈ വിദേഹ രാജാവ് ധാരാളം ഈ കന്യാധനം പാരിതോഷികമായിട്ട് കൊടുത്തു എന്നാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് പശുക്കൾ, അതേപോലെ വിരിപ്പ്, പുതപ്പ് തുടങ്ങിയിട്ടുള്ള പരവതാനി, ഇങ്ങനല്ലേ, വസ്ത്രങ്ങൾ, പിന്നെ അലങ്കൃതമായിട്ട് വളരെ പ്രത്യേക രീതിയിലുള്ള മികച്ചതായിട്ടുള്ള സൈന്യം, ചതുരംഗപ്പട, ആന, കുതിര, ആന, കുതിര, തേര്, കാലാളം, അങ്ങനെ 4. അതേപോലെ തന്നെ അതൊക്കെ അലങ്കരിക്കുക. സ്വർണ്ണായാലും വെള്ളിയായാലും മുത്തായാലും പവിഴായാലും മറ്റ് രത്നങ്ങളായാലും. അങ്ങനെ കന്യകാപിതാവ് സന്തോഷത്തോടു കൂടിയിട്ട് സൈന്യങ്ങളെയും അതേപോലെ ധനം തൊട്ടുള്ളതിനെയും പാരിബർഹമായിട്ട് എന്നാണ് പറയുക, കന്യാധനം അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുത്തു എന്നാണ് പാരിതോഷികം. അങ്ങനെ ഈ മിഥില രാജാവ് കൊടുത്ത അളവറ്റ ധനം അത് ദശരഥ ചക്രവർത്തി ഇഷ്ടത്തോടു കൂടിയിട്ട്, അനുവാദത്തോടു കൂടിയിട്ട് ശ്രീരാമനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ശ്രീരാമനാൽ സ്വീകരിപ്പിക്കുക. അതിനുശേഷം ആശീർവാദാദികളെ, അനുഗ്രഹാദികളെ, പരസ്പരം നമസ്കാരാദികളെ, പിന്നെ വിടവാങ്ങലിന് വേണ്ടതായിട്ടുള്ള ഈ യാത്ര ചോദിക്കൽ, അപ്പോഴുണ്ടാകുന്ന വിഷമങ്ങൾ,
വിരഹം, അത് ദുഃഖം, അങ്ങനെ അതെല്ലാം അവിടെ എല്ലാ ഋഷിമാരും നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ രാജാക്കന്മാർ ഈശ്വരനാണെങ്കിലും രാമനും മനുഷ്യഭാവത്തിൽ ചെയ്തു എന്നാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സൈന്യത്തെ അനുഗമിച്ചുകൊണ്ട് യാത്രയായി മറ്റേ അയോധ്യയിലേക്ക് വധൂവരന്മാരുടെ യാത്രയാണ്. അതിഗംഭീരമായിട്ടുള്ള യാത്രയാണ്. ആകാശത്തിലെ പക്ഷികളൊക്കെ ചുറ്റും ഈ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ശബ്ദങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് അതും ഒരു അനുയാത്ര ചെയ്യുക എന്ന രീതിയിൽ മിഥിലയിൽ നിന്ന് പോകുന്ന അവർക്ക് പശു, പക്ഷി, ജീവജാലങ്ങൾ എല്ലാവരും അതേപോലെ മർത്യലോകവും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് യാത്രയാക്കുകയാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ മറ്റ് പക്ഷികൾ ദുർനിമിത്തങ്ങൾ ചിലത് കാണിക്കാൻ തുടങ്ങി എന്നാണ്. സാധാരണ വലം വയ്ക്കുക ആണല്ലോ ചെയ്യുക, ഇവിടെ മറ്റേ ഇടത്ത് വയ്ക്കാൻ തുടങ്ങി. അതേപോലെ ശബ്ദം ഉണ്ടാക്കുന്നത് വിപരീതമായിട്ടുള്ള ശബ്ദം, അപ്രദക്ഷിണം, മറ്റേ പ്രദക്ഷിണം. അതേപോലെ രാജാക്കന്മാർക്ക് പോലും അതിൻ്റെ നിമിത്ത ശാസ്ത്രങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കരച്ചിലിൻ്റെ ശബ്ദം വിപരീതമാണ്, അത് ദുർനിമിത്തമാണ് എന്ന് മനസ്സിലായപ്പോൾ ദശരഥനും വളരെ വിഷമായി. എല്ലാം അറിയുന്നയാളാണ്. പിന്നെ പക്ഷികളുടെ ഇതൊക്കെ അറിയാം, ഈ ഭാഷയൊക്കെ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനൊക്കെ പറ്റും. വസിഷ്ഠനും അതൊക്കെ അറിയാം. അപ്പോൾ ഇവർ വല്ലാത്തൊരു ദുഃഖത്തോട് കൂടിയിട്ടിരുന്നു. ഇങ്ങനെ രാജാവിനോട് ഋഷി സ്വസ്ഥത നഷ്ടപ്പെട്ട അവസ്ഥയിലാണല്ലോ എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞപ്പോൾ അത് ദശരഥൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി അധികം ഒരു ഭയം ഉണ്ടായി എന്നാണ്. അപ്പോൾ ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു സൂചന? ഇത് പക്ഷികളുടെ ഈ ഘോരമായിട്ടുള്ള അത് ശബ്ദം ഉണ്ടാക്കുന്നത് ഒരു പേടി ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്താ കാരണം? എന്തെങ്കിലും അപായം സംഭവിക്കുമോ? മൃഗങ്ങളൊക്കെ അകന്നു പോകുന്നുണ്ടല്ലോ, ഇത് എന്തെങ്കിലും അപായം അങ്ങനെ വല്ലതും ആവുമോ? അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അതങ്ങനെയല്ല. അങ്ങനെ ഈ കാടും ഭൂമിയും മറ്റേ മരങ്ങളും കടപുഴക്കിക്കൊണ്ട് കൊടുങ്കാറ്റ് വീശുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണുകയാണ്. സൂര്യൻ കുറച്ചൊരു മേഘത്തിൻ്റെ ഇടയിൽ പെട്ട പോലെ മറഞ്ഞു, എന്നാൽ മേഘമൊന്നും ഇല്ല. ഇനി ദിക്ക് പോലും അറിയാത്ത ഒരവസ്ഥ വന്നു, മൊത്തം പൊടിപടലം വന്നു. അതേപോലെ ഈ സൈന്യത്തിന് പോലും ഭയമുണ്ടാക്കുന്ന രീതിയിൽ കണ്ണ് കാണാതെയായി. അതേപോലെ വസിഷ്ഠനും മറ്റ് ഋഷികൾ, രാജാക്കന്മാർ, അനുയാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ കുറച്ചൊരു മോഹാലസ്യപ്പെട്ട കൂട്ടത്തിൽ, അത്രയും കൂടുതലായിട്ടുള്ള കൊടുങ്കാറ്റ്, ഇപ്പോൾ പ്രകൃതി ഒന്നും വല്ലാതെ ക്ഷോഭിച്ചു. അത് മുഴുവൻ എങ്ങനെ സംഭവിച്ചു വെച്ചാൽ അറിയില്ല. ഒരു വളരെ യാദൃശ്യമായിട്ട് പെട്ടെന്നൊരു കൊടുങ്കാറ്റും മറ്റേ ഭൂമി കുലുക്കവും അതേപോലെ പൊട്ടിപ്പടലം അങ്ങോട്ട് പറന്നിട്ട് ഈ ചുഴലി കൊടുങ്കാറ്റ് ഇങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആകെ കണ്ണ് കാണേണ്ടി വരും. പെട്ടെന്ന് ഇരുട്ടുമ്പോൾ സൂര്യനും മറഞ്ഞു വെച്ചാൽ നട്ടുച്ചയ്ക്കായാലും ഇതൊക്കെ സംഭവിക്കാം. നട്ടുച്ചയ്ക്ക് സംഭവിക്കില്ല, ലേശം അങ്ങോട്ടും കൂടെ മാറിയിട്ടേ സംഭവിക്കുള്ളൂ. ഏതായാലും അങ്ങനെയുള്ള ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും തേജസ് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള സമയത്താണ് ഈ വസിഷ്ഠൻ പറഞ്ഞത്, അങ്ങ് മുഴുവൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ല കേട്ടോന്നാ. കാരണം പക്ഷികൾ അപ്രദക്ഷിണമല്ലാതെ ചില നല്ല പക്ഷികളുണ്ടായില്ല, അപ്പോൾ അതൊക്കെ പ്രദക്ഷിണം വയ്ക്കുകയാണ്, പേടിക്കൊന്നും വേണ്ട. പശുക്കൾ, മറ്റുള്ള കാള അല്ലെങ്കിൽ ഈ വിഷമുണ്ടാക്കുന്ന ചില പക്ഷികളൊക്കെ ഉണ്ട്, മറ്റേ മൃഗങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ അകന്നു പോകണമെന്നേ ഉള്ളൂ. പക്ഷേ കാളയും പശുവൊക്കെ ഇത് അങ്ങേ അനുകൂലിച്ചാൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ദുർനിമിത്തമല്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് അഗ്നിയെ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരം ആയിട്ടുള്ള അതിഭയങ്കര രൂപത്തോട് കൂടിയിട്ട് ജപഹോമ പരായണനായിട്ടുള്ള, മാത്രമല്ല വളരെയധികം ഈശ്വര തേജസ്സുള്ളതായിട്ടുള്ള വിഷ്ണു അംശമായിട്ടുള്ള വസിഷ്ഠൻ തൊട്ടുള്ള എല്ലാവരും ഒരേപോലെ ബഹുമാനിക്കുന്നതായിട്ടുള്ള, അതേപോലെ തന്നെ ഈ പരശുരാമൻ്റെ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെ പറയേണ്ട വിശ്വാസമില്ല. അതാണ് പിതൃവധത്തിൽ വെച്ചാൽ മറ്റേ ജമദഗ്നിയെ വധിച്ചു കാർത്തവീരാർജുനൻ. അപ്പം ഉണ്ടായിട്ടുള്ള രോഷം കാരണം, ശുണ്ഠി കാരണം ഈ ക്ഷത്രിയ കുലത്തെ 21 വട്ടം ഉന്മൂലനം ചെയ്തതായിട്ടുള്ള ആ പരശുരാമനാണ് നേരെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷമായത്. അത് അസഹനീയം എന്നേ പറയാനുള്ളൂ. ഇത്രയും കൂടുതൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു അവതാരം, അതും മാത്രമല്ല ശബ്ദം കേട്ടാൽ, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ ഒക്കെ പേടിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് ദദർശ ഭീമസങ്കാശം ജടാമണ്ഡലധാരിണം.
ഭാർഗവം ജാമദഗ്നേയം രാജവിമർദനം, അങ്ങനെയൊക്കെയാണ് വിശേഷണം തന്നെ കൊടുത്തിറക്കണം. അപ്പോൾ അത്രയും പേടിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട് സ്വതേ ഈ ക്ഷത്രിയർക്ക് പരശുരാമനെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി എന്താ ചെയ്യുക എന്നുള്ളൊരവസ്ഥയിൽ എത്തി എന്നാണ്. അപ്പോൾ എല്ലാവരും കുറച്ചധികം ഭയന്നു എന്ന് തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഭയങ്കരമായിട്ടുള്ള ഭാവത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ രാമരാമ രാമരാമ എന്ന് ജപിച്ചുകൊണ്ട് അർഘ്യപാദ്യാദികളെല്ലാം നൽകി ഋഷികൾ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് മറ്റേ പ്രതാപവാനായിട്ടുള്ള ഈ ജാമദഗ്നൻ ദാശരഥി രാമനെ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള സമയത്ത്. അപ്പോൾ അങ്ങനെ 74-ാമത്തെ സർഗം അവിടെ 24 ശ്ലോകങ്ങളെ കൊണ്ട് വേഗം പറഞ്ഞു വെച്ചു. അതിനുശേഷം 75-ാമത്തെ സർഗത്തിൽ ദാശരഥി രാമ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിൻ്റെ അത്ഭുത വീര്യത്തെ പറ്റി കേട്ടിരിക്കുന്നു. പരശുരാമൻ പറയാണ്, ധനുസ് ഭേദിച്ചത് എല്ലാം ഞാനും കേട്ടിരിക്കുന്നു. ഈ അത്ഭുതകരമായിട്ടുള്ള അചിന്ത്യമായിട്ടുള്ള ആ വില്ല് പൊട്ടിച്ചത് ഞാനിപ്പോൾ ഇതാ മറ്റൊരു വില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അതിഘോരമായിട്ടുള്ള ഈ വില്ല് എനിക്ക് എൻ്റെ അച്ഛൻ തന്നതാണ്. ജമദഗ്നി മഹർഷി കൊടുത്തതാണ് പരശുരാമന് ഈ വില്ല്. അത് മറ്റേ വിശ്വകർമാവ് ഉണ്ടാക്കിയതാണ്. ഒന്ന് ശിവനും ഒന്ന് വിഷ്ണുവിനും കൊടുത്തു എന്നൊക്കെയാണ് കണക്ക്. അത് ഒന്ന് ശാർംഗവും ഒന്ന് പിനാകവും. അങ്ങനെ ശാർംഗം എന്നുള്ള വില്ലാണ് ഇപ്പോൾ അത്. മറ്റത് കോദണ്ഡം എന്നാണ് ഈ ശ്രീരാമൻ്റെ വില്ലിൻ്റെ പേര് കോദണ്ഡം, വിഷ്ണുവിൻ്റെ വില്ലിൻ്റെ പേര് ശാർംഗം, ശിവൻ്റെ വില്ലിൻ്റെ പേര് പിനാകം. ഇനി വേറെ ഒരു വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിനാകം എന്ന് പറഞ്ഞാൽ സ്വതേ അത് ത്രിശൂലത്തിനും പിനാകം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് തർക്കിക്കേണ്ട ആവശ്യമില്ല, നമുക്കതിനെ അങ്ങനെ പറയാം. സാധാരണ പിനാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലായിട്ട് കണക്കാക്കാറുള്ളൂ എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ പിനാകം എന്നുള്ളത് ഈ ത്രിശൂലത്തിനും പറയാറുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിക്കാം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ മഹാധനുസ് എൻ്റെ അച്ഛൻ തന്നതാണ്. ഇതിൽ പറ്റിച്ചാൽ ഒന്ന് ഞാൻ കെട്ടിയിട്ട് ഒരു അമ്പ് തൊടുക്കാൻ പറ്റുമോ? ശിവൻ്റെ ധനുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമാണ്. അത് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. മിഥില രാജാവ് പറയുന്നുണ്ട്, ശതാനന്ദ ഗുരു ആണ് പറയണത്. സുമതി എന്നു പേരായിട്ട് രാജാവിന് ഈ ത്രിപുരാന്തക ശിവൻ ത്രിപുരന്മാരെ വധിച്ചതായിട്ടുള്ള ആ വില്ല് ബഹുമാനത്തോട് കൂടിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ആ പരമ്പരയായി കിട്ടിയതായിട്ടുള്ള വില്ലാണ് അപ്പോൾ ശ്രീരാമൻ പൊട്ടിച്ചത്. അപ്പോൾ അതിന് പരശുരാമൻ പറയുന്നത് അത് പഴക്കം ചെന്ന ഒരു നുരുമ്പിച്ച ഒരു വില്ലാണെന്നാണ്. 5000 ആൾക്കാരെ ഏറ്റിയിട്ടും ഇവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ടി. തേരിൽ വലിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അതാണ് ഇടത്തെ കൈകൊണ്ട് ലാഘവ ഭാവത്തിലെടുത്തിട്ട് അതിനെ ഞാണ് കൂട്ടിക്കെട്ടുമ്പോൾ പൊട്ടിയത്. അപ്പോൾ പരശുരാമൻ അതിന് പറഞ്ഞത് നിസ്സാരമായിട്ടുള്ള ആ വില്ല് പൊട്ടിച്ച് കൊടുത്തിട്ടല്ല, എൻ്റെ ഈ വൈഷ്ണവ ധനുസ് നിനക്ക് പൊക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചു. സ്വന്തം ബലത്തെ ഒന്ന് കാണിക്കൂ. ഇങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഈ വീര്യശ്ലാഘ്യമായിട്ടൊരു ദ്വന്ദ്വയുദ്ധത്തിന് നിനക്ക് ഞാൻ സന്ദർഭം തരാം. എന്നുവെച്ചാൽ നിനക്ക് വരമായിട്ട് നമ്മൾ തമ്മിലൊന്ന് യുദ്ധം ചെയ്യാം നേരിട്ട്. മാത്രമല്ല അഥവാ ഇതിന് ധൈര്യം കാണിക്കണില്ല വെച്ചാൽ നിനക്ക് പേടിയാണെന്ന് കൂട്ടുക, എന്നാൽ നീ അവിടെ നിന്ന് പോയിക്കോ. രാമൻ എന്നുള്ള എൻ്റെ പേരെടുത്തിട്ട് നീ വിലസണ്ട. ഇങ്ങനെ പരശുരാമൻ കുറച്ച് കഠിനമായിട്ടുള്ള വാക്കുകളെ പറഞ്ഞു. അപ്പോൾ ഈ ദശരഥ രാജാവ് വല്ലാതെ കണ്ട് ഇനി എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, കാരണം എല്ലാവരെയും വധിച്ച ഒരാളാണ് രാജാക്കന്മാരെ. അപ്പോൾ രാജാക്കന്മാരോട് ദേഷ്യമുണ്ട്, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ദശരഥനും രാമനും ഒരേപോലെ ഇരിക്കുന്നുമുണ്ട്. എങ്കിലും കൈകൂപ്പിയിട്ട് പറഞ്ഞു, അങ്ങ് ക്ഷത്രിയരോടുള്ള പക ഇപ്പോൾ ഇല്ലാത്ത സമയത്ത് ശമിച്ച ഒരു ഭാവത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ ബ്രാഹ്മണരുടെ ഈ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ കുട്ടികളായിട്ടുള്ള ഈ പുത്രന്മാരോട് ശുണ്ഠിയെടുക്കരുത്, അവർക്ക് അഭയം കൊടുക്കണം. സ്വാധ്യായം, വ്രതം, ഇങ്ങനെ ബ്രാഹ്മണ വൃത്തികളിലൂടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭാവത്തെ സ്വീകരിച്ച ഭാർഗവകുല ജാതനായിട്ടുള്ള അങ്ങ് ഇന്ദ്രൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാനിതാ ആയുധം ഉപേക്ഷിക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ 21 വട്ടം ഭൂമി മുഴുവൻ ഈ ദുഷ്ടരാജാക്കന്മാരെ വധിച്ചതിൻ്റെ ശേഷം. അപ്പോൾ അത് അങ്ങ് മറന്നു. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് ആയുധം എടുക്കാനുള്ള കാരണം എന്താ
അപ്പോൾ അതുകൊണ്ട് അങ്ങ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണം. ഇത് ഇന്ദ്രൻ്റെയും കശ്യപൻ്റെയും ഒക്കെ ആവശ്യമാണ് എന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഞാനും എൻ്റെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങയോട് പറയുകയാണ്. അപ്പോൾ ക്ഷത്രിയരെ വധിക്കുക എന്നൊരു അവസ്ഥ ഇനി ഉണ്ടാവില്ല എന്ന് കശ്യപ മഹർഷിക്ക് അങ്ങ് ഈ ഭൂമി ദാനം ചെയ്ത സമയത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭൂമിയിൽ വസിക്കരുത് എന്നൊക്കെയാണല്ലോ അന്ന് കശ്യപൻ പറഞ്ഞത്. അപ്പോൾ അങ്ങ് രണ്ടും സമ്മതിച്ചു. ഞാൻ ഇനി ആയുധം എടുക്കണമില്ല, ഭൂമിയിൽ രാത്രി കഴിയണമില്ല. ഇതങ്ങ് സമ്മതിച്ചതാണ്. ഇപ്പം അങ്ങ് പകല വന്നു, ഇപ്പം ഞങ്ങളെ വധിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ധർമ്മപരമായിട്ട് ഈ കശ്യപനായിട്ട് ഭൂമിയെ ദാനം ചെയ്തു, വനത്തിലേക്ക് പോയി. മഹേന്ദ്ര പർവ്വതത്തിലാണ് അങ്ങ് ഇപ്പോൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ നാട്ടിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ ഒരു പ്രത്യക്ഷാവലും മനോവേഗത്തിൽ വന്ന് മനോവേഗത്തിൽ തിരിച്ചു പോവുക, അത്രേ പതിവുള്ളൂ. അപ്പം ഇങ്ങനെ രാമന് ജീവഹാനി ഉണ്ടാക്കാൻ അങ്ങ് ശ്രമിക്കരുത്. ഇത് എൻ്റെ കുലം മുഴുവൻ നശിക്കും. രാമനില്ലാതെ കണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഞാനും മരിക്കും. അപ്പോൾ തെറ്റ് ചെയ്യാത്തതായിട്ടുള്ള ഞങ്ങളെ അങ്ങക്ക് ശിക്ഷിക്കണമെന്ന് തോന്നരുത്. അപ്പോൾ രണ്ട് തരത്തിലും രക്ഷ അഭ്യർത്ഥിച്ചു ദശരഥ മഹാരാജാവ്. ഒന്ന്, രാമൻ എന്നുള്ളത് ഈശ്വരാംശമാണ്. അപ്പം അത് പറയാതെ കണ്ട് വ്യംഗ്യമായിട്ട് സൂചിപ്പിച്ചു. ഇപ്പോൾ വസിഷ്ഠൻ്റെ അതേപോലെ ഈ ദശരഥൻ 50,000 കൊല്ലത്തിലധികം ജീവിച്ച ആളാണ്. അനവധി പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ അയോധ്യ രാജാവിനും ഈ ബൃഹസ്പതി ആയിട്ടുള്ള വസിഷ്ഠനും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പരശുരാമൻ വന്നത്. മാത്രമല്ല രാമൻ ഈശ്വരനുമാണ്. അപ്പോൾ ആ സദസ്സിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്, കൂടെയുള്ളത് സീതി. അപ്പോൾ പരശുരാമൻ അവിടെ ഈ തൻ്റെ വിഷ്ണു തേജസ് എങ്ങനെയാണോ മാറ്റം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ തന്നിൽ ഉള്ള ഈ വിഷ്ണു തേജസ് ഇനി രാമന് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അറിയിച്ച് വേണം കൊടുക്കാൻ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പരശുരാമൻ പറഞ്ഞു, രാമനെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, 2 ശ്രേഷ്ഠമായിട്ടുള്ള വില്ലുകൾ വിശ്വകർമാവ് സൃഷ്ടിച്ചതാണ്. ഒന്ന് ശാർംഗം, ഒന്ന് പിനാകം. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടും പൂജിക്കുന്നത് ആരായാലും ശരി അവർക്ക് ഭൂമിയെ നല്ല ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള കഴിവും കിട്ടും. ശത്രുക്കൾ ഇവരെ ജയിക്കുകയുമില്ല. എന്നുവെച്ചാൽ എല്ലാ ശത്രുക്കളെയും ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വിശ്വകർമാവ് ഉണ്ടാക്കിയുള്ള ഒരു വില്ല് അത് ത്രിപുരവസത്തിന് വേണ്ടിയിട്ട് മഹാദേവന് കൊടുത്തു. ആ പഴയ വില്ലാണ് നീ ഇപ്പോൾ പൊട്ടിച്ചത്. രണ്ടാമത്തേത് മഹാവിഷ്ണുവിനാണ് കൊടുത്തത്. അത് ശത്രുക്കളെ മുഴുവൻ, ശത്രു എന്നുള്ള ഭാവം പോലും ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ്. മറ്റത് ത്രിപുരന്മാരെ മാത്രമേ വധിക്കാനുള്ളൂ. അപ്പോൾ രുദ്രധനുസിനോട് നോക്കുമ്പോൾ ഇതാണ് മികച്ചത്. ഇത് പൊക്കാൻ തന്നെ പ്രയാസമാവും. അപ്പം അതുകൊണ്ട് ഈ വില്ലുകൾ ശിവനും വിഷ്ണുവിനും കൊടുത്തതിന് ശേഷം ദേവന്മാർ അവരുടെ ഈ ബലാബലങ്ങൾ പരീക്ഷിക്കാനായിട്ട് അത് ബ്രഹ്മാവിന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ചില വഴികളൊക്കെ ചോദിച്ചു. അങ്ങനെ അവരുടെ ആഗ്രഹം ഇത് അറിഞ്ഞപ്പോൾ ബ്രഹ്മാവ് 2 പേർക്കും തമ്മിൽ ഒരു വിരോധം ഉണ്ടാക്കി. അതേപോലെ ആ തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ആ യുദ്ധം ജയിക്കണമെന്നതായിട്ടുള്ള ഈ താല്പര്യം അത് ശിവധനുസ് അതേപോലെ ഹുങ്കാരം കൊണ്ട് ഈ ജൃംഭണം ആയിട്ട് മാറിയതായിട്ടുള്ള വിഷ്ണു തേജസ്, വിഷ്ണു അംശം അല്ലെങ്കിൽ വിഷ്ണുവിൻ്റേതായിട്ടുള്ള ഈ തേജസ് കൂടി ചേർന്നതായിട്ടുള്ള വിഷ്ണുധനുസ് ശാർഗം എന്ന ആ വില്ല്. അപ്പോൾ അതെങ്ങനെയാണ് രണ്ടും കൂടിയിട്ട് കൂട്ടി യോജിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ടതായിട്ടുള്ള വില്ലുകൾ അതിൽ നിന്നും തൊടുത്തതായിട്ടുള്ള ഈ ശക്തി, തേജസ്, ശരം അത് കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടം മുഴുവൻ നശിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ എങ്ങനെയാണ് ശമിപ്പിക്കേണ്ടത് എന്ന് പരസ്പരം ആ സമയത്ത് വല്ലാത്തൊരു ഭാവത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. അന്ന് ഈ വിഷ്ണു തൻ്റെ പരാക്രമത്തെ കൊണ്ട് ഭഞ്ജിക്കപ്പെട്ടതായിട്ടുള്ള വില്ല് കണ്ട് ദേവന്മാരും ഋഷിമാരും വിഷ്ണു തന്നെയാണ് മീതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു പണ്ട് ഈ ശിവധനുസ് പൊട്ടിച്ചിട്ടുണ്ട് എന്ന് സാരം.
അപ്പോൾ രണ്ടാമത് ആ ശിവധനുസ് കൊടുത്തതാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവ് വിഷ്ണു രണ്ടാമത് സ്തുതിച്ച് ഈ പിനാകം എന്നുള്ള ആ വില്ല് രണ്ടാമത് കൊടുത്തതാണെന്നാണ്. അപ്പോൾ രുദ്രൻ്റെ ഈ ധനുസ് അദ്ദേഹം അതിനെ അതിക്രുദ്ധനായിട്ട് വിദേഹരായിട്ടുള്ള ഈ രാജാവായിട്ടുള്ള ശത്രുപുര സംഹാരകാരായിട്ടുള്ള ഈ വൈഷ്ണവ ചാപം വിഷ്ണു ഭൃഗുകുലജാതനായിട്ടുള്ള ഭാർഗവനായിട്ടുള്ള എൻ്റെ അച്ഛൻ ജമദഗ്നി, ആ ജമദഗ്നിയുടെ അച്ഛൻ ഋചീകൻ്റെ പക്കൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഋചീകൻ ആ വില്ലിനെ ഈ സത്യവതിയിലുണ്ടായിട്ടുള്ള മറ്റേ പുത്രനായിട്ടുള്ള ജമദഗ്നിക്ക് കൊടുത്തു. ജമദഗ്നി എൻ്റെ അച്ഛൻ, ജമദഗ്നി മറ്റേ പരശുരാമൻ്റെ അച്ഛൻ. അപ്പോൾ ജമദഗ്നി അത് പരശുരാമന് കൊടുത്തു. അപ്പോൾ മഹാതേജസ്വിയായിട്ടുള്ള ഈ ഋചീകനാകട്ടെ അപ്രതിം അതായത് ഭഗവാൻ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾക്ക് ഒരു പ്രതികർമ്മം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. വിഷ്ണു തേജസ് പൂർണ്ണമായിട്ടുള്ള സമയത്താണ് ഈ ക്ഷാത്ര തേജസ്സിനെ ഇല്ലാണ്ടേക്കുന്നത്, ദുഷ്ടരാജാക്കന്മാരെ വധിച്ചിറക്കുന്നത്. അതിനെ തടുക്കാൻ അദ്ദേഹം ഒറ്റയ്ക്കാണെങ്കിലും ആർക്കും സാധിച്ചില്ല. അപ്പം അത് തടുക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരു കഴിവോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കഴിവ് പരമ്പരയാ ബ്രാഹ്മണ തേജസ് കൊണ്ട്, ബ്രാഹ്മണ്യം കൊണ്ട് ഇപ്പം ആ കുലത്തിനുണ്ട്. ഇനി ഋചീകൻ എന്ന് പറഞ്ഞ ആൾ വളരെയധികം ബ്രാഹ്മണ്യമുള്ളതായിട്ടുള്ള ഒരു വസിഷ്ഠ തുല്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മാന്ധാതാവ് സ്വതേ കുറച്ചൊരുട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ മാന്ധാതാവല്ല, ഗാധി രാജാവ് പരീക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ പരീക്ഷയിലൊക്കെ ഈ ഋചീകൻ വളരെ നിസ്സാരമായിട്ട് ജയിക്കുകയുണ്ടായത്. ദേവന്മാരൊക്കെ ഋചീകൻ്റെ ഈ ആജ്ഞാപാലകരാണ്, അത്രയ്ക്കുമുണ്ട്. എങ്കിലും മറ്റേ എന്താണ് പറയുക, അവിടെ എൻ്റെ മകളെ തരണമെങ്കിൽ ഗാന്ധി പറഞ്ഞത് ഈ ആയിരക്കണക്കിന് ലക്ഷമാണാവോ നിശ്ചല കുതിരകളെ, സിന്ധുഹയങ്ങളെ വേണം, വെളുത്ത കുതിരകളെ, അതിൽ ഒരു ചെവി കറുത്തത്, ബാക്കിയുള്ളതൊക്കെ ഫുള്ള് വെളുപ്പ്, അങ്ങനെയുള്ള വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സാധാരണഗതിയിൽ ദേവന്മാർക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വരുണനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഗാന്ധിയുടെ പുത്രിയെ കല്യാണം കഴിക്കണം, ഈ ലക്ഷക്കണക്കിനുള്ള കുതിരകളെ വേണമെന്നാണ് പറയണത് എന്ന് പറഞ്ഞു. കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. അപ്പോൾ പരീക്ഷയിൽ വിജയിച്ചുള്ള ആളാണ്. ഈശ്വരന്മാരൊക്കെ ഈ മഹർഷിയുടെ ഈ ആജ്ഞാപാലകരാണ് എന്ന് സാരം. ഇവിടെ യാചനയായിട്ടാണ് ചെയ്തതെങ്കിലും അതിനുള്ള കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു കഴിവിനെ മുഴുവൻ കിട്ടിയതായിട്ടുള്ള ഋചീക മഹർഷിയെ, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ജമദഗ്നിയെ ലോകരൊക്കെ ബഹുമാനിക്കുക. ആ ഈ ജമദഗ്നിയെയാണ് ഈ ക്ഷാത്ര തേജസ്സിൻ്റെ മതം കാരണം കാർത്തവീര്യാർജുനൻ വധിച്ചത്. കാമധേനുവിനെ കൊടുത്തില്ല, അല്ലെങ്കിൽ കാമധേനുവിൻ്റെ പുത്രി നന്ദിനി പശുവിനെ കൊടുത്തില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ചെയ്തതേ. അപ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മഹർഷിയെ, ബ്രാഹ്മണനെ ഒരിക്കലും വധിക്കാൻ പാടില്ല. പിന്നെ പരശുരാമൻ തേജസ് കൊണ്ടാണ് ജമദഗ്നിയെ വീണ്ടും ജീവിപ്പിച്ചത്. കാർത്തവീര്യാർജുനെ സ്വന്തം തേജസ് കൊണ്ടാണ് വിഷ്ണുവംശമായിരുന്നിട്ടും വധിച്ചത്. അപ്പോൾ അത്രയും തേജസ് ഉണ്ട് ഈ പരശുരാമൻ്റെ വിഷ്ണു തേജസ്സിന്. കാർത്തവീര്യാർജുനെ വധിക്കാൻ പറഞ്ഞാൽ അചിന്യം എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. അവിടെ മർത്യഭാവത്തിൽ വന്നിട്ട് വിഷ്ണുവംശമായിട്ടുള്ള കാർത്തവീര്യാർജുനെ വിഷ്ണു തേജസ് കൊണ്ട് വിശ്വകർമാവിനെ കൊടുത്തതായിട്ടുള്ള ഈ ആയുധം അത് ഉപയോഗിക്കാതെ കണ്ട് മഹാദേവൻ കൊടുത്തതായിട്ടുള്ള പരശു ഉപയോഗിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ വധം. അപ്പോൾ അങ്ങനെയുള്ള കാർത്തവീര്യാർജുനെ പോലും മറ്റേ കൊന്നതായിട്ടുള്ള ആ പരശുരാമൻ്റെ ഈ വീര്യം, അതിനെ
എല്ലാവരും ഒരേപോലെ ബഹുമാനിക്കണു, ഭയക്കണു. അപ്പോൾ 21 വട്ടം ഇതേപോലെ ഈ ഭൂഭാരം തീർത്തയാളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ രാജാക്കന്മാർ മുഴുവൻ അവർ സമ്പാദിച്ച ഭൂമി മുഴുവൻ കൊടുത്തു. നല്ലവർ മുഴുവൻ ഭൂമി പരശുരാമന് കൊടുത്തു. അത് മുഴുവൻ കശ്യപ മഹർഷിക്ക് കൊടുത്തു. എന്നിട്ട് കശ്യപ മഹർഷി ഇത് ദാനം സ്വീകരിച്ചതിൻ്റെ ശേഷം പരശുരാമനോട് പറഞ്ഞു, അങ്ങ് ഭൂമിയിൽ വസിക്കരുത്, ഭൂമി മുഴുവൻ ഇപ്പോൾ എൻ്റെ ആയിരിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പരശുരാമൻ സന്തോഷത്തോട് കൂടിയിട്ട് മഹേന്ദ്ര പർവ്വതത്തിൽ കൊടുങ്കാട്ടിൽ അവിടെ ഗുഹയിലോ എന്താ വെച്ചാൽ അവിടെ ചെന്ന് തപസ് ചെയ്യുകയാണ്. പിന്നീട് പരശുരാമൻ്റെ വരവ് എന്നുള്ളത് ഇങ്ങനെ മനോവേഗത്തിൽ വരും, മനോവേഗത്തിൽ തിരിച്ചു പോവും. ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ മുത്തശ്ശനും അച്ഛനും ഒക്കെ ഉപയോഗിച്ചതായിട്ടുള്ള ഈ വൈഷ്ണവ തേജസ് ഉള്ള ചാപമാണ് ഇത്, അല്ലെങ്കിൽ മറ്റേ വില്ലാണ് ഇത്. ഇത് ക്ഷാത്രധർമ്മം മുൻനിർത്തിക്കൊണ്ട് ഉൾക്കൊള്ളണം. ഈ വില്ലിൽ ശരം തൊടുക്കണം. അതിന് നിനക്ക് കഴിയുമോ? നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്ക്. ഇങ്ങനെ പരമ്പര പറഞ്ഞുകൊണ്ട് വിഷ്ണു ചൈതന്യം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയുധത്തിൻ്റെ പ്രത്യേകമായിട്ട് ചില ദിവ്യഭാവങ്ങളെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഏതൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭൂമിയെ രക്ഷിക്കൽ എന്ന രീതിയിൽ അതിന് ചെയ്യേണ്ടത് അത് മുഴുവൻ ചെയ്ത പ്രാപ്തിയുള്ള ഞാൻ പരശുരാമൻ. അതുകൊണ്ട് എൻ്റെ ഈ ദിവ്യമായിട്ടുള്ള ആയുധത്തെ നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ എൻ്റെ മീതെയാവണം നിൻ്റെ സ്ഥാനം. അപ്പോൾ അത് തെളിയിച്ചാലേ ഞാനിത് തരൂ എന്നാണ് ഇപ്പം ഈ വീരവാദവും പറഞ്ഞ എൻ്റെ കാര്യങ്ങൾ. അത് ചെയ്യാം എന്നുള്ളത് നിസ്സാരമായിട്ട് ശ്രീരാമൻ പറയുകയും അത് ചെയ്യുകയും ചെയ്തു. വ്യാസൻ അവിടെ അധ്യാത്മരാമായണത്തിൽ പറയണത്, ഒരു കൈകൊണ്ട് പരശുരാമൻ്റെ കയ്യിൽ നിന്ന് ഈ ശാർങ്കം എന്ന വില്ലിനെ വലിച്ചിങ്ങെടുത്തു എന്നാണ്. എന്നിട്ട് നിസ്സാരമായിട്ട് ഞാൻ കെട്ടി അതിൽ അമ്പ് തൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് എവിടേക്കാണ് ലക്ഷ്യം വെക്കേണ്ടത് ചോദിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഇനി അടുത്തതിൽ നമുക്ക് പറയാം. ഇനി അത്ര വിസ്തരിക്കുന്നില്ല. ഇപ്പോൾ 75 കൂടി ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി 76 77 2 സർഗം കൂടിയാണ് ഇതിലുള്ളത്. അത് നമുക്ക് അടുത്തതിൽ പറയാം. ആ തേജസ്സിനെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ അയോധ്യയിലെത്തി എന്ന് പറയാനാണ് ഇനി 2 സർഗങ്ങളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഭഗവാന്റെ തേജസ്സിനെ എങ്ങനെയാണ് എടുത്തത് ശ്രീരാമൻ എന്നും അവിടെ പറയണം. അത് നമുക്ക് അടുത്തതിലേക്ക് കേൾക്കാം. ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ശ്രീ ഓ നമോ ഭഗവതേ പരശുരാമായ നമോ നമ.